മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ അഖിലച്ച, നമ്മുടെ പ്രിയപ്പെട്ട വികാരിയച്ഛൻ മൈക്കിളച്ച, പ്രിയ നവവൈദികരെ, പ്രിയ സിസ്റ്റേഴ്സ്, സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, പ്രിയ കൊച്ചുമക്കളെ, അകപ്പറമ്പ് ഇടവക മധ്യസ്ഥരായ വിശുദ്ധ ഗർവാസിസിൻ്റെയും പ്രോത്താസിസിൻ്റെയും തിരുനാൾ സാഘോഷം കൊണ്ടാടുന്ന ഈ അവസരത്തിൽ ഏവർക്കും ഈ തിരുനാളിൻ്റെ മംഗളങ്ങൾ പ്രാർത്ഥനാപൂർവം ഞാനും ആശംസിക്കുകയാണ്. ഈ കന്ദീശങ്ങളുടെ മാധ്യസ്ഥം വഴിയായി വിശ്വാസ ജീവിതത്തിൽ ആഴമേറിയ ബോധ്യങ്ങൾ ലഭിക്കാനും നമ്മുടെ നിലപാടുകളിൽ ഉറച്ചു നിന്നുകൊണ്ട് ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കാനുമുള്ള ധീരത ഈ വിശുദ്ധർ തങ്ങളുടെ മാധ്യസ്ഥം വഴിയായി പ്രദാനം ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഞാൻ നിങ്ങളുടെ വികാരിയച്ഛൻ്റെ ബാച്ചുകാരനാണ്. ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ, നിങ്ങളുടെ വികാരിയച്ഛന് പ്രായമാകുന്നില്ല, എനിക്ക് പ്രായം പ്രത്യേകം എടുത്ത് കാണിക്കപ്പെടുന്നു എന്നുള്ളതാണ്. മൈക്കിളച്ഛനെ ഞാൻ 1983 ഫിലോസഫി കാലഘട്ടം മുതൽ ഞങ്ങൾ ഒരുമിച്ചാണ്, 7 വർഷം ഒരുമിച്ചാണ് പഠിച്ചത്. അതിനുശേഷവും ഒരു 42 വർഷത്തെ ഈ ഒരു സൗഹൃദത്തിൽ അച്ഛന് കാര്യമായിട്ടുള്ള മാറ്റമൊന്നും ഞാൻ കാണുന്നില്ല എന്നുള്ളത് മാത്രമാണ് അച്ഛനെക്കുറിച്ചുള്ള പോസിറ്റീവായിട്ട് എനിക്ക് പറയാൻ. ഇത്രയും വർഷത്തെ എൻ്റെ ജീവിതത്തിനിടയിൽ ഞാൻ ആദ്യമായിട്ടാണ് വിശുദ്ധ ഗർവാസിസിൻ്റെയും പ്രൊത്താസിസിൻ്റെയും തിരുനാളിൻ്റെ ഒരു സന്ദേശം പങ്കുവയ്ക്കുന്നത്. കേരളത്തിലാകെ 3 പള്ളികൾ, 3 ദേവാലയങ്ങൾ മാത്രമാണ് കന്ദീശങ്ങളുടേതായിട്ടുള്ളൂ എന്ന് നമുക്കൊക്കെ അറിയാം, കത്തോലിക്ക സഭയിൽ. എന്നാൽ മിലാനിൽ ഞാൻ പുറത്ത് പഠിക്കുന്ന കാലഘട്ടത്തിൽ ഒത്തിരിയേറെ പ്രാവശ്യം മിലാൻ പട്ടണത്തിൽ പോവുകയും മിലാൻ കത്തീഡ്രലും അംബ്രോസ്യൻ റീത്തുമായി ബന്ധപ്പെട്ട് കുറേ കാലം ഞാൻ അവിടെ സേവനമനുഷ്ഠിച്ചിരുന്നത് ഞാൻ ഓർക്കുകയാണ്. വിശുദ്ധ ഗർവാസിസും പ്രൊത്താസിസും വിശുദ്ധരായ ദമ്പതികളായ വിശുദ്ധ വിത്താലിസിനും വലേറിയായ്ക്കും ജനിച്ച മക്കളായിരുന്നുവെന്നും മാതാപിതാക്കൾ നൽകിയ ആ ഒരു വിശ്വാസം തങ്ങളുടെ ജീവിതത്തിൽ വളർത്തുകയും ആ വിശ്വാസത്തിന് വേണ്ടി സധൈര്യം തങ്ങളുടെ ജീവിതം ഹോമിക്കാൻ ഈ വിശുദ്ധർ തയ്യാറായി എന്നുള്ളതാണ് ഈ വിശുദ്ധരെ ഇന്നും 2-ാം നൂറ്റാണ്ടിന് ശേഷം 18 നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും അനുസ്മരിക്കാനും അവരുടെ തിരുനാൾ ആഘോഷിക്കാനും നമ്മെ പ്രാപ്തമാക്കുന്നത് എന്ന് നന്ദിയോടുകൂടി നമുക്ക് ഓർക്കാം. തിരുനാളുകൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു തിരിഞ്ഞുനോട്ടത്തിനും തിരിച്ചറിയലിനും തിരുത്തലിനും തിരികെ നടത്തത്തിനുമുള്ള ഒരവസരമായിട്ടാണ് നാം കണക്കാക്കുക. ഇന്ന് നാം വായിച്ച യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള ആദ്യ വായനയിൽ 30-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ നാം ഇപ്രകാരമാണ് വായിച്ചത്: തിരിച്ചു വന്ന് സ്വസ്ഥമായിരുന്നാൽ നീ രക്ഷ പ്രാപിക്കും, സ്വസ്ഥതയും ആശ്രയവുമായിരിക്കും നിന്റെ ബലം. തിരിച്ചു വന്ന് സ്വസ്ഥമായിരുന്നാൽ നീ രക്ഷ പ്രാപിക്കും, സ്വസ്ഥതയും ആശ്രയവുമായിരിക്കും നിന്റെ ബലം. എന്നാൽ വചനം നമ്മളോട് പറയുന്നു, എന്നാൽ നീ അങ്ങനെ ആയിരിക്കുകയില്ല. എങ്ങനെ ആയിരിക്കുകയില്ല? സ്വസ്ഥവും ശാന്തവുമായിട്ടിരിക്കാൻ നമുക്ക് കഴിയുകയില്ല. നിങ്ങൾ അതുകൊണ്ട് എന്ത് പറഞ്ഞു? നിങ്ങൾ അങ്ങനെ ആയിരിക്കുകയില്ല. നിങ്ങൾ പറഞ്ഞു, ഇല്ല, ഞങ്ങൾ കുതിരപ്പുറത്ത് കയറി അതിശീഘ്രം സഞ്ചരിക്കും, അതിനാൽ നിങ്ങൾ വേഗം അകന്നു പോകും. മനുഷ്യരിന്ന് ഓട്ടത്തിലാണ്.
ഓട്ടം എന്ന് പറഞ്ഞാൽ പോരാ, നെട്ടോട്ടത്തിലാണ്. പലവിധ കാരണങ്ങളും സാഹചര്യങ്ങളും ഒക്കെയായി നമ്മുടെ ജീവിതം കൂടുതൽ കൂടുതൽ സങ്കീർണമാകുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഈ സങ്കീർണതകളുടെ ഈ ഒരു വേലിയേറ്റത്തിൽ നാം അറിയാതെ തന്നെ നമ്മുടെ ജീവിതത്തിന്റെ തിരക്ക് വർദ്ധിക്കുകയാണ്. ചിലപ്പോഴൊക്കെ നമ്മളെ ശാന്തരാക്കേണ്ടി വരും. ഞാനിന്ന് രാവിലെ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാളിന്റെ ഭാഗമായിട്ട് മറ്റൊരു പള്ളിയിൽ അവിടുത്തെ വിശുദ്ധ ബലിയും സന്ദേശവും പങ്കുവയ്ക്കാനായിട്ട് പോയിരുന്നു. അത് പടിഞ്ഞാറെ വെമ്പല്ലൂർ, കൊടുങ്ങല്ലൂർ അടുത്തായിരുന്നു. ഉച്ചയ്ക്ക് എനിക്ക് രൂപതയുടെ മേഴ്സി ട്രസ്റ്റിന്റെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ സന്ദേശത്തിനായിട്ട് എത്തിയിരിക്കുന്നത്. ഈ നോൺ സ്റ്റോപ്പ് ഓട്ടം എപ്പോഴും കൂടുകയാണ്. എന്നാൽ ഇത് വേണ്ടാന്ന് വെക്കാൻ നമുക്ക് പറ്റുമോ? പറ്റും. എപ്പോഴാ? എങ്ങനെയെങ്കിലും നിർബന്ധിക്കപ്പെട്ട് കിടക്കുമ്പോഴാണ്. ഞാൻ നല്ല ഓട്ടം ഓടിക്കൊണ്ടിരുന്ന ആളായിരുന്നു, വലിയ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. ഈ കഴിഞ്ഞ ജനുവരി 2-ാം തീയതി രാവിലെ എഴുന്നേറ്റപ്പോൾ പെട്ടെന്ന് എൻ്റെ ചുറ്റും കറങ്ങണ പോലെ എനിക്ക് തോന്നുന്നു. എന്താ സംഭവം എന്നറിയാതെ ഞാൻ ഒന്നും കൂടി ബലമായിട്ടൊന്ന് പിടിച്ചു നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി തല കറങ്ങുന്നുണ്ട്. എന്നാലും എൻ്റെ മനസ്സിൽ എനിക്ക് ആ ഒരു ധൈര്യം, അങ്ങനെ തല കറങ്ങേണ്ട സമയമൊന്നും ആയിട്ടില്ലല്ലോ, അല്ലെങ്കിൽ എനിക്ക് ഇനിയും സമയമുണ്ടല്ലോ, അതുകൊണ്ട് ഇപ്പോൾ പെട്ടെന്നൊരു ഡോക്ടറുടെ അടുത്ത് പോകേണ്ട കാര്യമില്ല എന്ന് വിചാരിച്ച് ഞാൻ രാവിലെ എന്നോട് തന്നെ മത്സരിച്ച് ഞാൻ ദിവ്യബലിക്ക് പോയി. ദിവ്യബലി പകുതി ആയപ്പോഴേക്കും എനിക്ക് ആകെ അസ്വസ്ഥതകളായി തുടങ്ങി. പക്ഷെ ഇടയ്ക്ക് വെച്ച് അവസാനിപ്പിക്കാൻ പറ്റാത്തൊരു സാഹചര്യം. എന്നാലും ഞാനിങ്ങനെ കുറെ കൂടി ബലം സംഭരിച്ച് ദിവ്യബലി ഒരു കണക്കിന് അവസാനിപ്പിച്ച് വണ്ടിയെടുത്ത് അവിടെ നിന്ന് തിരിച്ച് അരമനയിൽ വന്നു. അവിടെ വന്നപ്പോഴേക്കും ഞാൻ ഏകദേശം ഫ്ലാറ്റായി. വേഗം അവിടുത്തെ അച്ഛൻ എന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, അച്ഛൻ ഓട്ടം കുറയ്ക്കണം, അച്ഛൻ കിടക്കണം. അപ്പോഴും ഞാൻ എന്നോട് തന്നെ പറയുന്നുണ്ട്, അങ്ങനെ കിടക്കാൻ മാത്രമുള്ള അസുഖമൊന്നും എനിക്കില്ലല്ലോ, വെറുതെ ഒരു ചെറിയൊരു തലകറക്കം മാത്രമേ ഉള്ളൂ. പക്ഷെ ഡോക്ടർ എന്നോട് അന്ന് അവിടെ കിടക്കാൻ പറഞ്ഞു. കുറേ സമയം എനിക്ക് ട്രിപ്പൊക്കെ ഇട്ട് എന്നെ അവിടെ കിടത്തിയായിരുന്നു. നിർബന്ധിക്കപ്പെട്ട് കിടന്നാൽ മാത്രമേ നമ്മൾ കിടക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും എന്താണ്, പോണോടത്തോളം പോട്ടെ, ഓടണോടത്തോളം ഓടട്ടെ എന്നുള്ളതാണ് നമ്മുടെയൊക്കെ മൈൻഡ്. ഏതായാലും ഓരോ തിരുനാളും നമ്മെ സംബന്ധിച്ചിടത്തോളം ഒന്ന് ശാന്തമായി ഇരുന്ന് തമ്പുരാന്റെ വചനത്തിൽ ആശ്രയിച്ച് നമ്മുടെ ജീവിതത്തെ ഒന്ന് വിലയിരുത്തി ഒരു തിരിച്ചറിയൽ നടത്തി ഒരു തിരിഞ്ഞുനോട്ടത്തിലൂടെ തിരുത്തേണ്ട കാര്യങ്ങൾ സ്വീകരിച്ച് കുറെ കൂടി സജീവമായ വിശ്വാസത്തിൽ മുന്നോട്ട് പോകാൻ നമ്മെ സഹായിക്കുന്ന ഒരു അനുഭവമായിട്ട് മാറേണ്ടതാണ്. മക്കളെ, നമ്മുടെ ഏറ്റവും വലിയ തിരുനാൾ ഏതാ? ഏറ്റവും വലിയ തിരുനാൾ മലയാളം ബുദ്ധിമുട്ടുണ്ടോ കേൾക്കുമ്പോൾ മനസ്സിലാക്കാൻ? ഏതാണ് ഏറ്റവും വലിയ തിരുനാൾ? കുറച്ചു പേരെങ്കിലും ശരിയായ ഉത്തരം പറയുന്നു. അതായത് ഏറ്റവും വലിയ തിരുനാൾ നമുക്ക് ഈസ്റ്ററാണ്, അല്ലേ? ക്രിസ്തുവിന്റെ ഉത്ഥാന തിരുനാളാണ്, ഉയർപ്പ് തിരുനാളാണ് നമ്മുടെ വിശ്വാസത്തിന്റെ തിരുനാളിൽ ഏറ്റവും പ്രധാനപ്പെട്ട തിരുനാൾ. ഇനി സഭ പറയും ക്രിസ്തുവുമായി ബന്ധപ്പെട്ട തിരുനാളുകളാണ് സഭയിൽ ഏറ്റവും സജീവമായിട്ടും ആഘോഷമായിട്ടും കൊണ്ടാടേണ്ടത്. അപ്പോൾ ക്രിസ്മസ് സ്വാഭാവികമായിട്ടും, ക്രിസ്തുവിന്റെ ജ്ഞാനസ്നാനം അല്ലെങ്കിൽ പൂജനായാക്കന്മാരുടെ തിരുനാളായിട്ട് ആഘോഷിക്കും ധനഹാ തിരുനാള്, ക്രിസ്തുവിന്റെ ഉത്ഥാന തിരുനാള്, സ്വർഗാരോപണ തിരുനാള്, രൂപാന്തരീകരണ തിരുനാള്, പെന്തക്കൊസ്ത തിരുനാൾ. ഇതെല്ലാം ദൈവത്തിന് നൽകുന്ന ആഘോഷമായിട്ടുള്ള ഓർമ്മകളാണ്. ദൈവത്തിന്റെ ആ ഒരു മനുഷ്യരുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന ദൈവത്തെ കൂടുതലായിട്ട് നാം അനുഭവിക്കുന്ന തിരുനാളുകളാണ്. ലാത്രിയ എന്ന വാക്കുകൊണ്ടാണ് ലത്തീൻ ഭാഷയിൽ ഈ തിരുനാളുകളെ നമ്മൾ തിരിക്കാറ്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട തിരുനാളുകളാണ്. രണ്ടാം ഗണത്തിൽ വരുന്ന തിരുനാളുകളായിട്ട് സഭ ആഘോഷിക്കുന്നത് പരിശുദ്ധ കന്യകാമറിയത്തിന്റെ തിരുനാളാണ്. രക്ഷാകര ദൗത്യത്തിന്, രക്ഷണീയ കർമ്മത്തിന് ക്രിസ്തുവിനോട് ചേർന്ന് സഹകാരിണിയായി ഭവിച്ച, ദൈവത്തിന്റെ ഹിതം പൂർണ്ണമായി മനസ്സിലാക്കി അതിന് കീഴ്വഴങ്ങിയ പരിശുദ്ധ അമ്മയുടെ തിരുനാളുകൾ, അത് ഹൈപ്പർദൂലിയ രണ്ടാം ഗണത്തിൽപ്പെടുന്ന തിരുനാളുകളാണ്. മൂന്നാം ഗണത്തിൽപ്പെടുന്ന തിരുനാളുകളാണ് വിശുദ്ധരുടെ തിരുനാളുകൾ. അതിൽ തന്നെ ഏറ്റവും പ്രാധാന്യത്തോടുകൂടെ ഇടവക മധ്യസ്ഥരുടെ തിരുനാള് നാം ആഘോഷിക്കുന്നു. വേദപാഠ പുസ്തകത്തിൽ ഇതൊക്കെ ഉണ്ട്, നമ്മൾ പഠിക്കുന്ന വേദപാഠ പുസ്തകങ്ങളിൽ. അപ്പൊ നമ്മുടെ ഈ തിരുനാളുകളിൽ ഇന്ന് സംഭവിച്ചത് എന്താണ്? ആദ്യ ഗണം നമ്മൾ പതുക്കെ സൗകര്യപൂർവ്വം
അത് എല്ലാവരും ആഘോഷിക്കുന്ന സാധാരണ തിരുനാളാക്കി മാറ്റി. ഈ തിരുനാളിനാണ് നമുക്ക് ചെണ്ടയും മേളവും വാദ്യവും ലൈറ്റും പടക്കവും ഒക്കെ കൂടി ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ, പിന്നെ വിരുന്നുകാരുടെ വരവും കൂടി ആയി കഴിഞ്ഞപ്പോൾ നമ്മുടെ മനസ്സിൽ അറിയാതെ കിടക്കുന്ന ഒരു ചിന്ത, ഈ തിരുനാളാണ് ഏറ്റവും പ്രധാനപ്പെട്ട തിരുനാൾ എന്നുള്ള ചിന്തയിലേക്ക് നമ്മൾ വരികയാണ്. പ്രിയമുള്ളവരെ, ആ ധാരണ നമ്മൾ തിരുത്തേണ്ടതാണ്. ഈ വിശുദ്ധരൊക്കെ ഈ സമൂഹത്തിൽ ജീവിച്ചപ്പോൾ ക്രിസ്തുവാകുന്ന ശരിയായ പ്രകാശം സ്വീകരിക്കുകയും ക്രിസ്തുവിലുള്ള വിശ്വാസത്തിന് വേണ്ടി തങ്ങളുടെ ജീവിതം ധൈര്യപൂർവ്വം കൊടുക്കാനായിട്ട് തയ്യാറാവുകയും ചെയ്തതിൻ്റെ പേരിൽ ഈ വിശുദ്ധരിലൂടെ ദൈവത്തിൻ്റെ മുൻപിലേക്ക് നമ്മെ എത്തിക്കുന്ന ശരിയായിട്ടുള്ള സഹായകരായിട്ടും ക്രിസ്തു വിശ്വാസത്തിലേക്ക് നമ്മെ നയിക്കുന്ന ശരിയായ പ്രകാശങ്ങളായിട്ടുമാണ് ഈ വിശുദ്ധരെ നമ്മൾ കണക്കാക്കുക. അപ്പം അതുകൊണ്ട് അമിതമായ പ്രാധാന്യത്തോടു കൂടിയല്ല ഈ തിരുനാളുകൾ നമ്മൾ ആഘോഷിക്കേണ്ടത്. അതിനേക്കാൾ ഉപരിയായിട്ട് ക്രിസ്തു വിശ്വാസത്തിലേക്കും ബോധ്യത്തിലേക്കും നമ്മെ നയിക്കുന്ന സാന്നിധ്യങ്ങളായിട്ട് ഈ വിശുദ്ധരെ വണങ്ങുക എന്നുള്ളതാണ് സഭ നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഈ കഴിഞ്ഞ ഡിസംബർ 24 വത്തിക്കാനില് തിരുപ്പിറവിയുടെ ദിവ്യബലി മധ്യേ ഫ്രാൻസിസ് പാപ്പ സെന്റ് പീറ്റേഴ്സ് ദേവാലയത്തിന്റെ വിശുദ്ധ കവാടം തുറന്നുകൊണ്ട് ആഗോള കത്തോലിക്ക സഭയിലെ മുഴുവൻ വിശ്വാസികളെയും ഈ ഒരു വിശുദ്ധ വത്സരത്തിലേക്ക് ക്ഷണിച്ചു. ക്രിസ്തു ജയന്തി 2025, ക്രിസ്തുവിന്റെ ജനനത്തിന്റെ 2025 ആണ്ടിന്റെ ആഘോഷത്തിലേക്ക് നമ്മെ ക്ഷണിച്ചു. എന്നിട്ട് ഫ്രാൻസിസ് പാപ്പ പറഞ്ഞു, നാം എല്ലാവരും ഈ ഭൂമിയിൽ പ്രത്യാശയുടെ തീർത്ഥാടകരാണ്. പെല്ലഗ്രീനി ദെല്ല സ്പെറാൻസ, പിൽഗ്രിംസ് ഓഫ് ഹോപ്പ്. പ്രത്യാശയുടെ തീർത്ഥാടകരായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കാനാണ് ദൈവം നമ്മെ ഓരോരുത്തരെയും സൃഷ്ടിച്ചിരിക്കുന്നത്, ഈ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നത് എന്ന് ഫ്രാൻസിസ് പാപ്പ നമ്മളോട് പറഞ്ഞു. റോമാലേഖനത്തിന്റെ 5-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വചനം എടുത്തുകൊണ്ട് പാപ്പ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു, പ്രത്യാശ നമ്മെ ഒരിക്കലും നിരാശരാക്കുന്നില്ല. പ്രത്യാശ നമ്മെ ഒരിക്കലും നിരാശരാക്കുന്നില്ല. അപ്പൊ പ്രത്യാശയോടുകൂടെ ഈ ലോക ജീവിതം മുന്നോട്ട് നയിക്കുമ്പോൾ ആ പ്രത്യാശയിൽ നമ്മെ സ്ഥിരപ്പെടുത്താൻ സഹായിക്കുന്ന വിശുദ്ധ സാന്നിധ്യങ്ങളാണ് നമ്മൾ ഈ തിരുനാൾ ആഘോഷിക്കുന്ന ഈ കന്തീശങ്ങൾ, ഗർവാസിസും പ്രൊത്താസിസും. അവര് നമ്മുടെ മുൻപേ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് എത്തിച്ചേർന്നുകൊണ്ട് ഈ വിശ്വാസം സംരക്ഷിച്ച് ജീവിക്കാൻ നമ്മെ പ്രചോദിപ്പിക്കുന്ന വിശുദ്ധ സാന്നിധ്യങ്ങളാണ്. നമുക്കറിയാം, നമ്മുടെ ആരുടെയും ജീവിതം ഇവിടെ ശാശ്വതമല്ല. നമ്മളിവിടെ എല്ലാവരും തീർത്ഥാടകരാണ്. വിശുദ്ധ പൗലോസ്ലീഹ ഫിലിപ്പിയ ലേഖനത്തിന്റെ 3-ാം അധ്യായത്തിൽ നമ്മോട് പറയും, 20-ാം വാക്യത്തില്, നമ്മുടെ എല്ലാവരുടെയും പൗരത്വം എന്ന് പറയുന്നത് എവിടെയാണ്? സ്വർഗത്തിൽ. നമ്മുടെ പൗരത്വം എന്ന് പറയുന്നത് സ്വർഗത്തിലാണ്. ഇവിടെ നമ്മളൊക്കെ താൽക്കാലികമായിട്ടുള്ള ആ ഒരു പെർമനന്റ് വിസയല്ല, നമുക്ക് താൽക്കാലിക ട്രാൻസിറ്റ് വിസക്കാരാണ്. നമുക്കറിയാം, നമ്മുടെ ഈ എയർപോർട്ട് ഇവിടെയുണ്ട്. ഈ എയർപോർട്ടിൽ നിന്ന് ഇന്ത്യക്ക് പുറത്തേക്ക് എവിടേക്ക് വേണമെങ്കിലും പോകാം നമുക്ക്. പക്ഷെ പോകണമെങ്കിൽ എന്ത് വേണം? ഇന്ത്യൻ പാസ്പോർട്ട് ഒരെണ്ണം കയ്യിൽ വേണം. പാസ്പോർട്ട് മാത്രം മതിയോ? വിസ വേണം. ആ വിസ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇവിടെ നിന്ന് ഇമിഗ്രേഷൻ ക്ലിയറൻസ് നടത്തിയിട്ട് നമ്മെ പറഞ്ഞയക്കുള്ളൂ. ഇനി എവിടെ ചെന്നാലും ആ രാജ്യത്ത് അവിടെ നമ്മുടെ വിസ വാലിഡ് ആണെങ്കിൽ മാത്രമേ അവിടെ നമുക്ക് എൻട്രി ഉണ്ടാവുള്ളൂ. ഈ ദിവസങ്ങളിൽ നമ്മുടെ വലിയ വിവാദം നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ അറിഞ്ഞു. അമേരിക്കയിൽ വിസയില്ലാതിരുന്ന കുറെ ആളുകളെ അവിടെ നിന്ന് കൈവിലങ്ങ് അണിയിച്ച് കൂച്ചുവിലങ്ങിട്ട് ഫ്ലൈറ്റിൽ കയറ്റി നാട്ടിലേക്ക് പറഞ്ഞയച്ചു എന്നൊക്കെ വാർത്തകൾ നമ്മൾ കണ്ടു. രാഷ്ട്രീയ വിഷയങ്ങളല്ല അതിൻ്റെ പ്രതിപാദ്യം. പക്ഷെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, അവിടെയൊക്കെ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, വിച്ച് ഈസ് യുവർ നാഷണാലിറ്റി? നീ എവിടത്തുകാരനാ? നിന്റെ പൗരത്വം എവിടെയാ? നമ്മളൊക്കെ പറയും നമ്മൾ ഇന്ത്യൻസ്, ഇന്ത്യൻ നാഷണാലിറ്റി, ദേശീയത നമ്മൾ ഇവിടത്തെയാണ്. പക്ഷേ ഈ ഇന്ത്യക്കാരെന്ന നിലയിലും ഇവിടെ പെർമനന്റ് ആണോ നമ്മുടെ വാസം? ആണോ? ഒരിക്കലുമല്ല. കോവിഡ് കാലഘട്ടത്തിൽ നമുക്കറിയാം എത്ര ലക്ഷം 72 ലക്ഷത്തിലധികം ആളുകളാണ് ആ 2 വർഷത്തിനുള്ളിൽ
ഒരു അസുഖമില്ലാതിരുന്ന ആളുകൾ പെട്ടെന്ന് എടുക്കപ്പെട്ടത്. ഇപ്പോഴും കണക്കുകൾ പറയുന്നത് ശരിയാണെങ്കിൽ ഓരോ ഓരോ സെക്കൻഡിലും 2 പേര് വെച്ച് ഈ ലോകത്തിൽ നിന്ന് മരണം വഴി വേർപിരിഞ്ഞു പോകുന്നു. ഇന്ന് ഞാൻ ഇരിഞ്ഞാലക്കുടയിൽ പോരുമ്പോൾ അഭിന്റെ പിതാവ് കൊടുങ്ങയില് ഒരു മൃതദേഹ സംസ്കാര ശുശ്രൂഷയില് പിതാവിന്റെ ഒരു ബന്ധു 58 വയസ്സ് മകന്റെ കൂടെ വിദേശത്തായിരുന്നു. അത് കഴിഞ്ഞ് തിരിച്ച് നാട്ടിലേക്ക് മകനും അമ്മയും മരുമകളും മക്കളൊക്കെ കൂടി ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് ഫ്ലൈറ്റിൽ കയറാൻ വേണ്ടി എയർപോർട്ടിലേക്ക് പോരുന്ന വഴി ഒരു അപകടം കണ്ട് ഈ വണ്ടി നിർത്തിയിട്ടതാണ്. അതിന്റെ പുറകിൽ വേറൊരു വണ്ടി വന്നിടിച്ച് ഈ വണ്ടി മറിഞ്ഞ് നാട്ടിലേക്ക് വരാനായിട്ട് ആഗ്രഹിച്ച് കാത്തിരുന്ന അമ്മച്ചി അവിടെ വെച്ച് മരിച്ചു. അപ്രതീക്ഷിതമായ മരണങ്ങൾ ഒത്തിരിയേറെ നമ്മൾ കാണുന്നുണ്ട്. വചനം നമ്മളോട് പറയും നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മളൊക്കെ ട്രാൻസിറ്റ് വിസക്കാരാണ്, അത് നമ്മൾ ഉറപ്പിക്കണം. പക്ഷേ നിർഭാഗ്യവശാല് നമ്മുടെയൊക്കെ വിചാരം നമ്മളിവിടെ പെർമനന്റ് വിസക്കാരാണെന്നുള്ളത്. കൊറോണ വന്ന സമയത്ത് അടുത്ത വീട്ടിലൊക്കെ കൊറോണയാകുമ്പോൾ നമ്മൾ പറഞ്ഞു എനിക്ക് ഒരു ചെറിയ ചുമയും ചെറിയ കോൾഡും മാത്രം, ബാക്കിയുള്ളവർക്ക് കൊറോണയും എനിക്ക് കോൾഡുമാണെന്ന് പറയുന്ന ഒരു സ്വഭാവം നമുക്കൊക്കെ ഉണ്ടായിരുന്നു. ഏതാണ്ട് ഈ പറഞ്ഞ പോലെ പല മരണങ്ങൾ കാണുമ്പോഴും നമ്മൾ പറയും എന്താണ്, അവരുടെ സമയമായി, പക്ഷെ എൻ്റെ സമയം ഇനി ആയിട്ടില്ല. അപ്പച്ചൻ മരിച്ചത് 90 വയസ്സില, അമ്മ മരിച്ചത് 85 വയസ്സില, അപ്പൊ എന്തായാലും ഇനിയും കിടക്കാണ് എന്നുള്ള ചിന്ത ഇതറിയാതെ നമ്മുടെ മനസ്സിലേക്ക് വരും. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. പണ്ടത്തെ ധ്യാനങ്ങളിൽ നിർബന്ധമായും പാടിയിരുന്ന ഒരു പാട്ടാണ് അല്ലേ? നിന്റെ ദേശം ഇവിടെയല്ല, ഇവിടെ ഞാൻ പരദേശവാസിയല്ലോ. ഈ ഒരു ചിന്ത നമുക്കുണ്ടാകണം. ഇവിടെ എൻ്റെ വാസം എന്ന് പറയുന്നത് പെർമനന്റ് അല്ല, താൽക്കാലികമാണ്. എന്നാൽ ഈ ഒരു ജീവിതത്തിന് ശേഷം അപ്പുറത്തുള്ളൊരു ജീവിതത്തെ കുറിച്ചുള്ള പ്രതീക്ഷ, ഈ ജീവിതത്തിലെ പ്രതിസന്ധികളെ നേരിടാനുള്ള കരുത്ത് എനിക്ക് പ്രദാനം ചെയ്യുന്നുണ്ട് എന്ന ബോധ്യം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ഏത് സമയത്തും ഏത് സാഹചര്യത്തിലാണെങ്കിലും സന്തോഷത്തോടു കൂടെ ജീവിക്കാൻ എനിക്ക് പറ്റും. അപ്പൊ ഈ തിരുനാൾ നമുക്ക് നൽകേണ്ടത് ഈ ഒരു തിരികെ നടത്തത്തിനുള്ളൊരു ആഹ്വാനമാണ്. ഞാനൊന്ന് എന്നിലേക്ക് തന്നെ ഒന്ന് മടങ്ങി എൻ്റെ ജീവിതത്തെ കുറിച്ചൊന്ന് വിലയിരുത്തി ഞാനൊന്ന് എൻ്റെ ജീവിതത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഒരു യു-ടേൺ എടുക്കാൻ ശ്രമിക്കണം. അതിന് നമ്മെ സഹായിക്കുന്നവരാണ് ഈ കന്തീശങ്ങൾ. അവരുടെ ജീവിതത്തില് അവർ സ്വന്തമാക്കിയ ഒരു 3 ദർശനങ്ങൾ ഒന്ന് പങ്കുവെച്ച് അച്ഛൻ ഈ തിരുനാൾ സന്ദേശം അവസാനിപ്പിക്കാം. ഒന്നാമത്തത്, ഈ 2 പേരും വളർന്നു വന്ന കുടുംബ പശ്ചാത്തലം അത് ഇവിടെയുള്ള മാതാപിതാക്കള് പ്രത്യേകമായിട്ടൊന്ന് മനസ്സിലാക്കേണ്ടതാണ്. മാതാപിതാക്കൾ വിശ്വാസത്തിൽ ജീവിച്ചപ്പോൾ ആ വിശ്വാസം മക്കൾക്ക് പകർന്നു കൊടുത്തുകൊണ്ട് ജീവിക്കാനായിട്ട് അവർ തയ്യാറായപ്പോൾ ആ മക്കൾ വളർന്നു വന്ന സാഹചര്യത്തില് അവരുടെ ഏറ്റവും വലിയ സമ്പത്തായിട്ട് അവർ കണക്കാക്കിയത് ക്രിസ്തുവിലുള്ള വിശ്വാസമായിരുന്നു. ഇന്ന് നമ്മുടെ മാതാപിതാക്കൾ പരാജയപ്പെടുന്ന ഒരു മേഖല, മക്കൾക്ക് ഈ ഒരു വിശ്വാസം പകർന്നു കൊടുക്കാനായിട്ട് നമുക്ക് കഴിയാതെ പോകുന്നു. ശരിയാണോ? ആണോ? നമ്മുടെ മക്കൾ വളർന്നു വരുന്നത് ഇന്ന് AI ടെക്നോളജിയുടെയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും പുതിയ വ്യത്യസ്തമായിട്ടുള്ള സാങ്കേതിക വിദ്യകളുടെ ഒരു ലോകത്താണ് ഈ മക്കൾ ജനിച്ചു വളർന്നിരിക്കുന്നത്. അവരുടെ അടുത്ത് നമ്മുടെ വിശ്വാസം പറഞ്ഞു പഠിപ്പിക്കുന്നതിനേക്കാൾ ജീവിച്ച് ഈ മക്കൾക്ക് പകർന്നു കൊടുക്കുന്ന മാതാപിതാക്കളായിട്ട് ജീവിക്കുക എന്നുള്ളത് ഈ വിശുദ്ധരുടെ മാതാപിതാക്കൾ നമുക്ക് നൽകുന്ന വലിയൊരു പാഠമാണ്. ഫ്രാൻസിസ് പാപ്പ കർദിനാളായി ഉയർത്തിയ ഒരു ഏണസ്റ്റ് സിമോണി എന്ന് പറയുന്ന കർദിനാൾ സംഘത്തിൽ ഏറ്റവും പ്രായം കൂടിയ ഒരു കർദിനാളുണ്ട്. അദ്ദേഹത്തിന്റെ അടുക്കല് അദ്ദേഹം അൽബേനിയയിൽ നിന്നുള്ളൊരു കർദിനാളാണ്. മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂ എടുത്തപ്പോൾ ചോദിച്ചു, അങ്ങേ കർദിനാളായിട്ട് ഉയർത്തപ്പെട്ടപ്പോൾ എന്താണ് അങ്ങയുടെ ജീവിതത്തെ കുറിച്ച് പറയാനുള്ളത്? അപ്പൊ 28 വർഷം അൽബേനിയയിൽ അദ്ദേഹം തടവിൽ കിടന്ന ഒരു വൈദികനായിരുന്നു. അതിനുശേഷമാണ് ആ കമ്മ്യൂണിസ്റ്റ് രാജ്യം ഭരണം കഴിഞ്ഞതിന് ശേഷമാണ് സ്വാതന്ത്ര്യത്തിലേക്ക് വരുന്നത്. ഇപ്പൊ ഏണസ്റ്റ് സിമോണി പറഞ്ഞു,
എനിക്ക് എൻ്റെ ചെറുപ്പത്തിലെ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത് എൻ്റെ മാതാപിതാക്കൾ പകർന്നു തന്ന വിശ്വാസമായിരുന്നു. എൻ്റെ മാതാപിതാക്കൾ എനിക്ക് പകർന്നു തന്ന അവരുടെ ഏറ്റവും വലിയ സമ്പത്ത് ഏതായിരുന്നു? ക്രിസ്തുവിലുള്ള വിശ്വാസമായിരുന്നു. ആ വിശ്വാസം ലഭിച്ചപ്പോൾ ആ വിശ്വാസത്തെ പ്രതി എന്തൊക്കെ ജീവിതത്തിൽ സംഭവിച്ചാലും ആ ദൈവത്തോട് ചേർന്ന് നിൽക്കണമെന്ന് ഞങ്ങൾ ചെറുപ്പത്തിലെ പഠിച്ചതാണ്. ആ വിശ്വാസമാണ് ഇപ്പോഴും ഞങ്ങൾ കാത്തു സൂക്ഷിക്കുന്നത്. പ്രിയമുള്ള മാതാപിതാക്കളെ, ആദ്യത്തെ സന്ദേശം നിങ്ങൾക്കാണ്. നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ സമ്പാദ്യം എന്താണ്? ഷെയർ മാർക്കറ്റ്, ഷെയറിലുള്ള എല്ലാ ഷെയറും അവർക്ക്, വാങ്ങിയിട്ടുള്ള ഭൂമി ആധാരമൊക്കെ അവരുടെ പേരിൽ, നോമിനി എല്ലാം മക്കൾക്ക്, അവർക്ക് നല്ല വിദ്യാഭ്യാസം, ഇതെല്ലാം നമ്മൾ കൊടുക്കും. പക്ഷേ അവർക്ക് കൊടുക്കേണ്ട ദൈവവിശ്വാസം പകർന്നു കൊടുക്കാനായിട്ട് എത്രമാത്രം നമ്മൾ ശ്രദ്ധാലുക്കളാണ് എന്നുള്ളത് ഈ രണ്ട് വിശുദ്ധർ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം അത് ക്രിസ്തുവായി മാറുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അപ്പൊ ആദ്യത്തെ ചിന്ത, ക്രിസ്തു എന്നെ സ്വന്തമാക്കി എന്നുണ്ടെങ്കിൽ പൗലോസ് പറയുന്ന പോലെ എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമായി ഭവിക്കുന്നു എന്നുള്ളത് ഈ രണ്ട് വിശുദ്ധര് നമ്മെ ഓർമ്മപ്പെടുത്തും. ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ്. നമുക്കറിയാം, സഭ ക്രിസ്തുവിന് ശേഷം റോമിൽ വളർന്ന കാലഘട്ടത്തില് ആദ്യത്തെ നൂറ്റാണ്ടുകളൊക്കെ തന്നെ മതമർദ്ദനത്തിന്റെ നൂറ്റാണ്ടുകളായി. ആദ്യത്തെ 10 ചക്രവർത്തിമാര്, 3-ാം നൂറ്റാണ്ട് വരെ, 313 വരെ, കോൺസ്റ്റന്റൈൻ ചക്രവർത്തി വരെയുള്ള കാലഘട്ടത്തില് മതമർദ്ദകരായിരുന്നു ചക്രവർത്തിമാര് മുഴുവൻ. അന്ന് നമുക്കറിയാവുന്നത് പോലെ ജൂപ്പിറ്റർ ദേവനും ബാൽ ദേവനും ചക്രവർത്തിമാർക്കും ഒക്കെ ആരാധന അർപ്പിക്കാനായിട്ട് നിർബന്ധിക്കപ്പെടുകയും ക്രിസ്തുവിശ്വാസം ഉപേക്ഷിക്കാനായിട്ട് അവരോട് ആവശ്യപ്പെടുകയും ചെയ്യുന്ന ആ ഒരു കാലഘട്ടത്തിലാണ് പ്രൊത്താത്യൂസും ഗർവാസിസും അവരുടെ വിശ്വാസം സംരക്ഷിക്കാൻ അതിനുവേണ്ടി ഒരു കോംപ്രമൈസിനും തയ്യാറാകാതെ അവര് മുന്നോട്ട് പോയത്. പ്രിയമുള്ളവരെ, നമ്മുടെ വിശ്വാസം നാം എടുക്കുന്ന നിലപാടുകളും ആ നിലപാടുകളെ പ്രതി നാം എടുക്കുന്ന തീരുമാനങ്ങളും പ്രവൃത്തികളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ക്രിസ്തുവിലുള്ള വിശ്വാസത്തെ പ്രതി എനിക്ക് ഏതൊക്കെ സാഹചര്യങ്ങളിലൂടെ ഞാൻ കടന്നു പോകേണ്ടി വന്നാലും ഈ വിശ്വാസം ഉപേക്ഷിക്കില്ല എന്ന് പറയാൻ ഈ വിശുദ്ധര് നമുക്ക് നൽകുന്ന പ്രചോദനം സ്വീകരിക്കാൻ നമുക്ക് കഴിയട്ടെ. രണ്ടാമത്തെ ചിന്ത ഇന്നത്തെ ലേഖന ഭാഗത്ത് നിന്ന് എടുക്കാനാണ് ഞാൻ ആഗ്രഹിക്കുക. നാം വായിച്ചു കേട്ട ലേഖനം പൗലോസ് എഫെസസുകാർക്ക് എഴുതിയ ലേഖനത്തില് ക്രിസ്തീയ ജീവിതത്തെ ഒരു ആത്മീയ സമരമായിട്ടാണ് പൗലോസ് ചിത്രീകരിക്കുക. യേശു ക്രിസ്തുവിന്റെ ഒരു നല്ല പടയാളിയായി നിങ്ങൾ ഈ ലോകത്ത് ജീവിക്കണം. ഇന്ന് നമുക്കറിയാം, നമ്മൾ അറിയാതെ തന്നെ ഇന്നത്തെ ക്രൈസ്തവ മതം ഒരുതരം പാസീവിസത്തിലേക്ക് മാറി. ഒരു പാസീവിസം എന്താണ്? എങ്ങനെയായാലും കുഴപ്പമില്ല, ഏറ്റവും കൂടുതൽ കോംപ്രമൈസ് ചെയ്യുന്നവർ നമ്മളാണ്. നമുക്ക് ഏത് കാര്യത്തിനും പെർമിഷനാണ്. പിന്നെ ആകെ നമുക്ക് അങ്ങനെ വല്ലാണ്ട് ഭാരം തോന്നിയാലും അച്ഛൻ്റെ അടുത്ത് പോയി കുമ്പസാരിച്ച് തീരാവുന്ന വിഷയങ്ങളെ നമുക്കുള്ളൂ. എത്ര വലിയ ഗൗരവമായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെയും പാപങ്ങളിലൂടെയും കടന്നു പോകാനും മടിയില്ല. കടന്നു പോയാലും നമ്മളൊക്കെ വളരെ കൂളായി. ഇന്നിപ്പോ ഞങ്ങളൊക്കെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യം, ഈ കുമ്പസാരം എന്ന കൂദാശ സ്വീകരിക്കുന്ന ആളുകൾ വളരെ കുറഞ്ഞു. ക്രിസ്മസിനും ഈസ്റ്ററിനൊക്കെ ഉണ്ട് കേട്ടോ. മറ്റുള്ള കുമ്പസാരത്തിന്റെ സമയങ്ങൾ ധ്യാനകേന്ദ്രങ്ങൾ ഉണ്ടാകും. ഇടവക പള്ളിയിലൊക്കെ വളരെ കുറവാണ്. എന്നാലോ കുർബാന സ്വീകരിക്കുന്ന ആളുകളുടെ കാര്യത്തിൽ ഒരു കുറവുമില്ല. അപ്പൊ നമ്മളെല്ലാവരും വിശുദ്ധരായി മാറിയിട്ടുണ്ടാകണം, അല്ലേ? പക്ഷേ വിശുദ്ധരായി മാറിയതാണോ അതോ നമ്മൾ കോംപ്രമൈസ് ചെയ്യുന്നതാണോ? എൻ്റെ അച്ഛ, ഇപ്പോഴത്തെ കാലല്ലേ, ആരെ ഇതൊക്കെ ചെയ്യാത്തെ? എല്ലാവരും ഇങ്ങനെയാണ്, അതുകൊണ്ട് അവരെ വെച്ച് നോക്കുമ്പോൾ അതിനേക്കാൾ ഭേദം ഞങ്ങൾ തന്നെയാണ് എന്ന് സ്വയം ഒരു ജസ്റ്റിഫിക്കേഷനിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുക. പ്രിയമുള്ളവരെ, വിശ്വാസ ജീവിതം നമ്മളോട് പറയുന്നത് എന്താണ്? ഇതൊരു ആത്മീയ സമരമാണ്. ഈ ആത്മീയ സമരത്തിൽ നമ്മൾ എടുക്കേണ്ടത് എന്താണ്? സത്യം കൊണ്ട് അരമുറുക്കി, നീതിയുടെ കവചം ധരിച്ച്, സമാധാനത്തിന്റെ പാദരക്ഷ അണിഞ്ഞ്, വിശ്വാസമാകുന്ന പരിചയെടുത്ത്, രക്ഷയുടെ പടത്തുപ്പി അണിഞ്ഞ്, ദൈവവചനമാകുന്ന വാളുമായി നീ നിന്റെ ജീവിതത്തിൽ മുന്നോട്ട് പോകണം. ഇതാണ്
ക്രിസ്തീയ ജീവിതം ഒരു ആത്മീയ സമരമായിട്ട് പ്രഖ്യാപിക്കുമ്പോൾ നമ്മൾ എടുക്കേണ്ടത് ഈ സമരായുധങ്ങളാണ് നമ്മൾ ധരിക്കേണ്ടത്. ക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷിയാവുക എന്ന് പറഞ്ഞാല് ആദിമ നൂറ്റാണ്ടുകളിൽ രക്തം ചിന്തിക്കൊണ്ട് രക്തസാക്ഷിത്വം ഉണ്ടായിരുന്നു. ഇന്നും നമുക്കറിയാം പല രാജ്യങ്ങളിലും, നോർത്ത് ഇന്ത്യയിലൊക്കെ പല 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 ഭാഗങ്ങളിലും ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ആളുകളെ പീഡിപ്പിക്കുന്നവരുടെ എണ്ണം വളരെയധികം ക്രമാതീതമായി വർദ്ധിച്ചിട്ടുണ്ട്. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ സ്ഥിരമെന്നോണം നൈജീരിയയിലൊക്കെ രക്തസാക്ഷികളാക്കപ്പെടുന്നവരുടെ നീണ്ട നിര നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ നാട്ടില് അത്തരത്തിൽ രക്തം ചിന്തിയുള്ള രക്തസാക്ഷിത്വം നമുക്ക് ആവശ്യമില്ല. പക്ഷേ നാം നിലകൊള്ളുന്ന നിലപാടുകളുടെ പേരില്, നാം ധരിക്കുന്ന ആത്മീയ ആയുധങ്ങളുടെ പേരില് എൻ്റെ വിശ്വാസം എന്നെ ചില കാര്യങ്ങൾ നിർബന്ധിക്കും. ചില കാര്യങ്ങളോട് ബോധപൂർവം നോ പറയാനായിട്ട്, ചില കാര്യങ്ങളോട് ബോധപൂർവം യെസ് പറയാനായിട്ട് എന്നെ നിർബന്ധിക്കുന്ന ഒരവസ്ഥയിലേക്ക് എൻ്റെ വിശ്വാസം എന്നെ നയിക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ജൂലൈ മാസത്തിലാണ് ചാലക്കുടി പള്ളിയിൽ നിന്ന് മാറുന്നത്. ചാലക്കുടി പള്ളിയിലെ വികാരിയായിരുന്നു ഞാൻ, 2 വർഷം ഇരുന്നുള്ളൂ. ഇന്ന് ചാലക്കുടിയിലെ പെരുന്നാൾ കൂടിയാണ്, അമ്പ് പെരുന്നാൾ, വലിയ ആഘോഷമായിട്ട് നടത്തുന്ന പെരുന്നാൾ. ചാലക്കുടിയിൽ ഞാൻ ജൂലൈ മാസത്തിൽ മാറുന്ന മാസത്തിൽ ഞങ്ങളുടെ പാരിഷ് ബുള്ളറ്റിൻ അടിക്കാനായിട്ട് അതിൻ്റെ എഡിറ്റർ അതിൻ്റെ കവർ ചിത്രം ഡിസൈൻ ചെയ്ത് എൻ്റെ അടുത്ത് കൊണ്ടുവന്നു. എന്നോട് പറഞ്ഞു, അച്ഛാ ദേ ജൂലൈ മാസത്തെ കവർ ചിത്രം, ജൂലൈ മാസം വിശുദ്ധ തോമാസ് ലിഹായുടെ തിരുനാളും അൽഫോൻസമ്മയുടെ തിരുനാളുമാണ് നമ്മൾ ആഘോഷിക്കാറുള്ളത്. അപ്പം അതുകൊണ്ട് കവർ ചിത്രത്തിൽ ഈ 2 വിശുദ്ധരെയും വെച്ചിട്ടുണ്ട്. ഇങ്ങനെ അടിച്ചോട്ടെ. ഞാൻ പറഞ്ഞു, ഇത് എല്ലാ പ്രാവശ്യം അടിക്കുന്ന ചിത്രമല്ലേ, നമുക്കൊന്ന് മാറ്റി പിടിച്ചാലോ, വേറെ ഏത് ചിത്രം കൊടുക്കുക വെച്ചാ. ഞാൻ പറഞ്ഞു, ഞാൻ അയച്ചു തരാം. ഞാൻ അങ്ങനെ എൻ്റെ കളക്ഷനിൽ നിന്നൊരു ചിത്രം എടുത്ത് അയച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഈ ചിത്രം പ്രിന്റ് ചെയ്തോ. അപ്പൊ അവനോട് ഇതോ, കാരണം അത് കോട്ടയം അടുത്തുള്ള കളത്തുപ്പടിയിലുള്ള ഒരു റോസമ്മയുടെ ചിത്രമായിരുന്നു. റോസമ്മ ബ്യൂട്ടി പാർലറിൽ പോകാറില്ല, പുട്ടിയിടാറില്ല, പുരികം പ്ലക്ക് ചെയ്യാറില്ല, വേറെ പ്രത്യേകിച്ച് മേക്കപ്പ് ഒന്നുമില്ല, മാത്രമല്ല 2 കണ്ണിനും കാഴ്ചയുമില്ല, കാണുമ്പോൾ അത്ര സൗന്ദര്യമൊന്നുമില്ല. ഒരു സാധാരണക്കാരിയായ ഒരു സ്ത്രീ, അവരുടെ ചിത്രം. പക്ഷെ ആ ചിത്രത്തിന്റെ അടിയിൽ ഒരു അടിക്കുറിപ്പുണ്ടായിരുന്നു, ലോകത്തിന്റെ മുൻപില് ദരിദ്രയാണെങ്കിലും ദൈവത്തിന്റെ മുൻപില് സമ്പന്നയായ റോസമ്മ. ലോകത്തിന്റെ മുൻപില് ദരിദ്രയാണെങ്കിലും ദൈവത്തിന്റെ മുൻപില് സമ്പന്നയായ റോസമ്മ. അതിനെക്കുറിച്ച് ചെറിയ വിവരണമുണ്ട്. റോസമ്മ ടിക്കറ്റ് വിൽപ്പനയാണ്, ലോട്ടറി ടിക്കറ്റ്. എല്ലാ ദിവസവും ഏജൻസിയിൽ പോയി ടിക്കറ്റ് വാങ്ങി ഒരു സെന്ററിൽ അവിടെ നിന്ന് വെയിലും കൊണ്ട് മഴയും കൊണ്ട് അവിടെ നിന്ന് ടിക്കറ്റ് വിൽക്കും. വിൽപ്പന കഴിഞ്ഞ് ടിക്കറ്റിന്റെ കാശ് കൊണ്ടുപോയി തിരിച്ചടയ്ക്കും, അല്ലെങ്കിൽ പിറ്റേ ദിവസത്തെ ടിക്കറ്റിന് കൊടുക്കും. പക്ഷേ കുറച്ച് ദിവസങ്ങളായി നോക്കിയപ്പോൾ ലോട്ടറി ടിക്കറ്റ് എല്ലാം വിൽപ്പന നടത്തുന്നുണ്ട്, പക്ഷേ അതിന് ആനുപാതികമായ കാശ് ബാഗിലില്ല. അടുപ്പിച്ച് പല ദിവസങ്ങളിലും കാശ് കുറവ് കണ്ടു കഴിഞ്ഞപ്പോൾ ഏജൻസിക്കാർ പറഞ്ഞു, റോസമ്മയെ ആരോ പറ്റിക്കുന്നുണ്ട്. റോസമ്മയ്ക്ക് കാഴ്ചയില്ലല്ലോ, കാഴ്ച പരിമിതിയാണ്. അപ്പോൾ ആരോ റോസമ്മയെ വിദഗ്ധമായി പറ്റിക്കുന്നുണ്ട്. റോസമ്മയ്ക്ക് ആകെ പ്രയാസമായി. ഞാനിനി എന്ത് ചെയ്യും? എല്ലാ ദിവസവും 500ഉം 700ഉം ഒക്കെ രൂപ കുറവും. അപ്പൊ ഈ ഏജൻസിക്കാരൻ പറഞ്ഞു, റോസമ്മയെ ഒരു കാര്യം ചെയ്യാം, നമ്മൾ സ്മാർട്ടായാൽ മതി. റോസമ്മയ്ക്ക് ഞങ്ങളൊരു പേന തരാം. റോസമ്മ ഇനി ടിക്കറ്റ് വിൽക്കാൻ പോകുമ്പോൾ ഈ പേനയും കുത്തിയിട്ട് പോവാം. റോസമ്മയെ ആരാണ് പറ്റിക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടുപിടിക്കാം. അങ്ങനെ അവരെന്ത് ചെയ്തു, പിറ്റേ ദിവസം പേനയും കുത്തി ടിക്കറ്റ് വിൽപ്പനയ്ക്ക് പോയി. റോസമ്മയെ പതിവായി പറ്റിക്കുന്നവൻ വന്ന് ടിക്കറ്റ് എടുത്ത് കൂടുതൽ ടിക്കറ്റുകൾ വാങ്ങി അവൻ ഒരു ടിക്കറ്റിന്റെ പൈസയും കൊടുത്ത് അവൻ പോയി. റോസമ്മ അന്ന് വൈകുന്നേരം ഏജൻസിക്കാരൻ്റെ അടുത്ത് ഈ ക്യാമറ തിരിച്ചു കൊടുത്തപ്പോൾ അവൻ ചെക്ക് ചെയ്തപ്പോൾ അവന് മനസ്സിലായി ഇന്ന ആളാണ്. സ്വരം റോസമ്മയെ കേൾപ്പിച്ചു. റോസമ്മയെ, ഈ സ്വരത്തിന്റെ ഉടമയെ അറിയാവോ? അറിയാം, എല്ലാ ദിവസവും ടിക്കറ്റ് എടുക്കാറുണ്ട്. ഈ വ്യക്തിയാണ് റോസമ്മയെ പറ്റിക്കുന്നത്. അടുത്ത ദിവസം പതിവ് പോലെ പിന്നെയും റോസമ്മ ടിക്കറ്റ് വിൽപ്പനയ്ക്ക് പോയി. നമ്മുടെ ഈ മിടുക്കൻ അടുത്ത് വന്ന് ടിക്കറ്റ് വാങ്ങുമ്പോൾ അവൻ സംസാരിച്ചപ്പോൾ ഉടനെ റോസമ്മയ്ക്ക് മനസ്സിലായി ഇതാണ് നമ്മുടെ പ്രതി. റോസമ്മ അവൻ്റെ കൈമ കയറി പിടിച്ചു പറഞ്ഞു, എൻ്റെ പൊന്നുമോനെ,
ഞാൻ എൻ്റെ നിവൃത്തികേട് കൊണ്ടാണ് ഈ ഉപജീവന മാർഗം കണ്ടെത്തിയത്. നീ എൻ്റെ കഞ്ഞിയിൽ മണ്ണ് വാരിയിടല്ലേ, ദയവ് ചെയ്ത് നീ എന്നെ പറ്റിക്കരുത്. ഉടനെ അവൻ്റെ ധാർമ്മിക രോഷം ഉയർന്നു. അവൻ ഭയങ്കരമായിട്ട് ചൂടായി. മാന്യനായ എന്നെ കള്ളനായി ചിത്രീകരിച്ചാൽ ഞാൻ കേസ് കൊടുക്കുമെന്നൊക്കെ പറഞ്ഞ് അവൻ ഒച്ചയുണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ റോസമ്മ വളരെ കൂളായിട്ട് പറഞ്ഞു, ദേ ഇത് ക്യാമറയാണ്, ഇന്നലെ നീ എന്നെ പറ്റിച്ചതിൻ്റെ ദൃശ്യങ്ങൾ ഇതിനുള്ളിലുണ്ട്. എനിക്ക് കാണാൻ കഴിഞ്ഞില്ലെങ്കിലും അത് കണ്ടവരുണ്ട്. അതുകൊണ്ടെന്ന് പറഞ്ഞപ്പോഴേക്കും അവൻ്റെ മാന്യതയുടെ മുഖംമൂടിയൊക്കെ അഴിഞ്ഞു വീണു. അവൻ കൈകൊപ്പി പറഞ്ഞു, ദയവ് ചെയ്ത് എന്നെ നാറ്റിക്കരുത്, ഞാൻ ഇനി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല, ഞാൻ കുറേശ്ശെ കാശ് നിന്ന് വീട്ടിക്കോളാം എന്നൊക്കെ പറഞ്ഞപ്പോൾ തെറ്റും പ്രതിയൊക്കെ പറഞ്ഞു. ഏജൻസിയിൽ നിന്ന് മാധ്യമപ്രവർത്തകർ ഈ കാര്യം അറിഞ്ഞപ്പോൾ, മാധ്യമപ്രവർത്തകർ ഇങ്ങനെയുള്ള വാർത്തകൾ ഓടി നടന്ന് പിടിക്കുന്നവരാണല്ലോ, അവരുടനെ റോസമ്മയുടെ അടുക്കൽ വന്ന് പറഞ്ഞു, റോസമ്മയുടെ ഒരു ഇന്റർവ്യൂ ഞങ്ങൾക്ക് വേണം, ഇതാരാണ് ചെയ്തതെന്നുള്ളതിൻ്റെ ചിപ്പ് ഞങ്ങൾക്ക് വേണം, ഇവനെ ഒന്ന് സമൂഹ മധ്യത്തിൽ നമുക്കൊന്ന് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി കൊടുക്കാം. റോസമ്മ പറഞ്ഞു, ഞാനൊരു ക്രിസ്ത്യാനിയാണ്, എല്ലാ ഞായറാഴ്ചയും ഞാൻ പള്ളിയിൽ പോകുന്നവളാണ്, ദൈവത്തിന്റെ വചനം കേൾക്കുന്നവളാണ്, സ്നേഹത്തെക്കുറിച്ചും ക്ഷമയെക്കുറിച്ചും സഹിഷ്ണുതയെക്കുറിച്ചും ഒക്കെ കേൾക്കുന്ന എനിക്ക് അവനെതിരെ കേസ് കൊടുക്കാനോ അവനെ സമൂഹ മധ്യത്തിൽ നാറ്റിക്കാനോ എൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല. അതുകൊണ്ട് ഈ വാർത്ത നിങ്ങൾ കൊടുക്കണ്ട, ഇത് ഞാനും അവനും തമ്മിലുള്ള ഒരു വിഷയമാണ്, ഞാനത് അന്നേ അവനോട് ക്ഷമിച്ചു. പ്രിയമുള്ളവരെ, ഇന്നത്തെ ലോകത്തില് നാം അനുഭവിക്കുന്ന ചില സഹനങ്ങളുടെ മുൻപില്, പ്രതിസന്ധികളുടെ മുൻപില് എൻ്റെ ക്രിസ്തീയ വിശ്വാസം എനിക്കൊരു മാനദണ്ഡമായി മാറുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. സത്യത്തിന് വേണ്ടി നിലകൊള്ളുമ്പോൾ, നീതിക്ക് വേണ്ടി നിൽക്കുമ്പോൾ, സമാധാനത്തിന്റെ വക്താക്കളാകുമ്പോൾ, വിശ്വാസത്തിന് വേണ്ടി നിലകൊള്ളാൻ, ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി കൊണ്ട് ജീവിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അല്ല എന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ ഒരു പ്രഹസനമാണ്. കഴിഞ്ഞ വർഷത്തെ തിരുനാളാഘോഷം കഴിഞ്ഞ ഒരു വർഷം കഴിഞ്ഞിട്ട് വല്ല മാറ്റം നമുക്കുണ്ടായോ? എൻ്റെ അച്ഛ അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അന്നത്തെ തല്ല് തീരാത്തത് ഈ പ്രാവശ്യം തീർക്കാന്നുള്ളൊരു ആഗ്രഹത്തിൽ പിള്ളേർ ഇങ്ങനെ കുറച്ച് നടക്കണം. ഇന്ന് ഞങ്ങളുടെ അവിടെയൊക്കെ പല സ്ഥലങ്ങളിലും ഭയങ്കര പോലീസ് പ്രൊട്ടക്ഷനാണ്. കാരണം ഇപ്പോഴത്തെ പിള്ളേർ എപ്പോഴാണ് ടൂൾസ് എടുക്കാന്ന് അറിയാൻ പാടില്ല. ടൂൾസ് എടുക്കുന്ന ടൂൾസ് എന്ന് പറഞ്ഞാൽ വലിയ ചെറിയ ടൂൾസ് ഒന്നുമല്ല, വലിയ ടൂൾസുമായിട്ടാണ് പിള്ളേരുകളൊക്കെ പെരുന്നാൾ ആഘോഷിക്കാൻ വരെ പോകുന്നത്. ചെറിയ കാര്യം മതി. കഴിഞ്ഞ ജനുവരി 1-ാം തീയതി തൃശ്ശൂര് 14 വയസ്സും 16 വയസ്സുമുള്ള 2 പിള്ളേരാണ് 28 വയസ്സുള്ള ഒരുത്തനെ കുത്തിക്കൊന്നത്. പിള്ളേരുകൾ ഇന്ന് എങ്ങനെയാ പ്രതികരിക്കണേന്ന് പോലും നമുക്കറിയുന്നില്ല. നമ്മുടെ സമൂഹം ഇന്ന് അത്രയേറെ ഈ പറയുന്ന മാർക്കോയും പണിയും ഒക്കെ കണ്ട് പണി കൊടുക്കുന്ന പിള്ളേരുകളായി നമ്മുടെ മക്കൾ മാറിക്കഴിഞ്ഞു. ആ ഒരു തലമുറയുടെ മുൻപിൽ എൻ്റെ ക്രിസ്തീയ വിശ്വാസം അത് എന്നിൽ നിന്ന് ആവശ്യപ്പെടുന്നത് എന്താണ്? അതിനനുസരിച്ച് എൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ എനിക്ക് കഴിയുമോ എന്നുള്ളതാണ് ഞാനും നിങ്ങളും തിരുനാൾ ദിനത്തിൽ നിന്ന് പരിശോധിക്കേണ്ടത്. 3-ാമത്തെ ചിന്ത, ഫ്രാൻസിസ് പാപ്പ ഗൗദേത്തെ തെക്സുൽത്താത്തെ എന്ന് പറയുന്ന അപ്പസ്തോലിക പ്രബോധനത്തിൽ, ആനന്ദിച്ചാഹ്ലാദിക്കുമെന്ന അപ്പസ്തോലിക പ്രബോധനത്തിൽ നമ്മളോട് പറയും, നാം എല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുന്നത് വിശുദ്ധരാകാനാണ്. എന്താണ്? നാം എല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുന്നത് വിശുദ്ധരാകാനാണ്. അദ്ദേഹം ഇത്ര കൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട്, വില്യം ബ്ലോയി ഉദ്ധരിച്ചുകൊണ്ട്, ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത് ഒരു വിശുദ്ധനോ വിശുദ്ധയോ ആകാതിരിക്കുന്നതാണ്. ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത് ഒരു വിശുദ്ധനോ വിശുദ്ധയോ ആകാതിരിക്കുന്നതാണ്. എൻ്റെ അച്ഛ നടക്കണ കാര്യം വല്ലതും പറയും. വിശുദ്ധരാകാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് എളുപ്പമല്ല. പക്ഷെ ഫ്രാൻസിസ് പാപ്പ പറയും, ഇത് ഏതാനും സമർപ്പിതർക്കോ വൈദികർക്കോ മെത്രാന്മാർക്കോ കർദിനാളന്മാർക്കോ ഉള്ള ഒരു ജീവിതാവസ്ഥയല്ല. സാധാരണക്കാരായ എല്ലാവർക്കും ഈ ഒരു ജീവിതാവസ്ഥയിലൂടെ കടന്നു പോകാൻ കഴിയും.
ദൈവം ഓരോരുത്തരെയും സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിന്റെ മനസ്സിൽ എന്തായിരുന്നുവോ അതായിത്തീരുന്നതാണ് വിശുദ്ധി. ദൈവം നമ്മെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിന്റെ മനസ്സിൽ നമ്മെക്കുറിച്ച് എന്തായിരുന്നുവോ അതായിത്തീരുന്നതാണ് വിശുദ്ധി. ഒരു കുടുംബജീവിതം നയിച്ച് ജീവിത പങ്കാളിയോട് വിശ്വസ്തത പുലർത്തി ദൈവം നൽകിയ മക്കളെ വിശ്വാസത്തിൽ വളർത്തി സന്തോഷത്തോടുകൂടെ ജീവിതം നയിച്ചാൽ വിശുദ്ധിയുടെ പാതയിലാണ്. എൻ്റെ മാതാപിതാക്കൾ രണ്ടുപേരും മരിച്ചുപോയി. ആറ്റുമല്ലച്ചനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അമ്മച്ചി മരിച്ചിട്ട് ഇപ്പോൾ ഒരു 6 മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പച്ചൻ മരിച്ചിട്ട് 3 വർഷമായി. 60 വർഷത്തെ ദാമ്പത്യ ജീവിതം അവർ ഒരുമിച്ചുണ്ടായിരുന്നു. ഞങ്ങൾ 7 മക്കളെ അവർ വളർത്തി. 2 പേര് ഞങ്ങൾ അച്ഛന്മാരാവുകയും ചെയ്തു. ബാക്കി 5 പേര് കുടുംബജീവിതം നയിക്കുന്നു. ഞങ്ങളിപ്പോഴും ഉറപ്പായി വിശ്വസിക്കുന്ന ഒരു കാര്യം, അഹങ്കാരത്തോടുകൂടി പറയുന്നതല്ല, പക്ഷേ വിശ്വാസത്തിന്റെ ബോധ്യത്തിന്റെ പ്രത്യാശയോടെ ഞങ്ങൾ ചിന്തിക്കുന്നു, ഞങ്ങളുടെ മാതാപിതാക്കൾ ഇന്ന് സ്വർഗത്തിലാണ്. അവരുടെ ജീവിതത്തിൽ അവർ ഏറ്റെടുത്ത ദൗത്യം വിശ്വസ്തയോടെ അവർ നിർവഹിച്ചിട്ടുണ്ട് എന്ന് മക്കളെന്ന നിലയിൽ ഞങ്ങൾക്കത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. പ്രിയമുള്ളവരെ, കുടുംബജീവിതം വിശ്വസ്തയോടെ നിർവഹിക്കുന്നതിലൂടെ വിശുദ്ധിയുടെ പാതയിലാണ് നാം ഓരോരുത്തരും. വിശുദ്ധിയെ നാം ഒരിക്കലും ഭയപ്പെടരുത്. കന്തീശങ്ങളുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ എൻ്റെ വീട്ടില് 2 ഇരട്ടകളാണ്. ഞങ്ങൾ ആദ്യത്തെ 3 ഒറ്റ കഴിഞ്ഞ് പിന്നെ 2 ഇരട്ടകൾ, 4 പേര്, അങ്ങനെയാണ് ഞങ്ങൾ 7 മക്കളാകുന്നത്. 2 ഇരട്ടകളുണ്ട്, ആണും പെണ്ണുമായിട്ട് 2 ഇരട്ടകളാണ് ഞങ്ങളുടെ വീട്ടിലുള്ളത്. ദൈവം കുടുംബജീവിതത്തിന്റെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ വിശ്വസ്തയോടെ നിർവഹിക്കുക. ദൈവം സമർപ്പിത ജീവിതത്തിലേക്കാണ് വിളിച്ചിട്ടുള്ളതെങ്കിൽ സമർപ്പിത ജീവിതത്തിന്റെ കടമകളും ഉത്തരവാദിത്തങ്ങളും സന്തോഷത്തോടെ നിർവഹിക്കുക. അതിലൂടെ വിശുദ്ധിയുടെ പാതയിലൂടെ സഞ്ചരിക്കുക. അങ്ങനെയുള്ളൊരു യാത്ര നടത്തുമ്പോൾ ഇന്നത്തെ സുവിശേഷം നമ്മളോട് പറയും, വെട്ടിയൊരുക്കുന്നു ദൈവം നന്നായി കൂടുതൽ ഫലം പുറപ്പെടുവിക്കാനായി. ഫലം തരാത്തതിനെ വെട്ടിമാറ്റും, ഉറപ്പാണ്. ഫലം തരുന്നതിനെ പിന്നെയും എന്ത് ചെയ്യും? പ്രൂൺ ചെയ്യും, അല്ലേ? വെട്ടിയൊരുക്കും. സഹനങ്ങളിലൂടെയുള്ള ഒരു യാത്ര നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ആ സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഈ സഹനം, അത് പൗലോസ്ലീഹ പറയുന്ന പോലെ, എനിക്ക് ജീവിതം ക്രിസ്തുവും സഹനം മരണം നേട്ടവുമാണ് എന്ന് പറയുന്ന ബോധ്യത്തോടുകൂടെ ഈ സഹനങ്ങളിൽ വിരിയുന്ന ദൈവിക പദ്ധതിയെ കാണാനും സ്വീകരിക്കാനുമുള്ളൊരു കഴിവ് നമുക്കുണ്ടാകണം. നമുക്ക് പ്രാർത്ഥിക്കാം. ഈ തിരുനാളാഘോഷത്തിൽ പങ്കുചേരുമ്പോൾ വിശുദ്ധ ഗർവാസിസും പ്രൊത്താസിസും വിശുദ്ധരായ മാതാപിതാക്കൾക്ക് ജനിച്ച ഈ മക്കൾ, ആ മാതാപിതാക്കളിൽ നിന്ന് പകർന്നു കിട്ടിയ വിശ്വാസം അവരുടെ ജീവിതത്തിൽ അവരത് വളർത്തിയപ്പോൾ, അത് വർദ്ധിപ്പിച്ചപ്പോൾ, ആ വിശ്വാസത്തെ പ്രതി തങ്ങളുടെ ജീവിതം ഹോമിക്കാൻ അവർ സന്നദ്ധരായി എന്നുള്ളത് നമ്മയൊക്കെ പ്രചോദിപ്പിക്കേണ്ട ഒരു വലിയ ജീവിത ശൈലിയാണ്. ആ ജീവിതശൈലി രക്തം ചിന്താതെയുള്ള രക്തസാക്ഷിത്വത്തിലേക്ക് നമ്മെ ക്ഷണിച്ചാലും സത്യത്തിനും നീതിക്കും വിശ്വാസത്തിനും വേണ്ടി നിലകൊള്ളുന്നവരായി ദൈവത്തിന്റെ വചനത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുന്ന ജീവിത ശൈലികളുടെ ഉടമകളായി മാറിക്കൊണ്ട് ആ വിശുദ്ധിയുടെ പ്രയാണത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അതിന് നല്ല തമ്പുരാൻ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വിശുദ്ധരുടെ മാധ്യസ്ഥം അതിനുവേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് തേടുകയും ചെയ്യാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും